നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഉച്ചക്കലേക്ക് വെക്കാൻ പോണത് ഒരു പുളിങ്കറിയാണ് കേട്ടോ. പുളിങ്കറി എന്ന് വെച്ചാൽ മത്തങ്ങ പുളിങ്കറി. മത്തങ്ങ കൊണ്ട് ഞാൻ ഇതുവരെ പുളിങ്കറി വെച്ചിട്ടില്ല. ജയശ്രീ എന്ന് പറഞ്ഞ് മത്തങ്ങ പുളിങ്കറി വയ്ക്കാമെന്ന്. പുളിങ്കറി വെക്കാനുണ്ട് സാധാരണ പുളിങ്കറി പോലെ അല്ലാട്ടോ ഇന്നത്തെ പുളിങ്കറി. ഒരു സ്പെഷ്യൽ പണി കൂടി ചെയ്തിട്ടുണ്ട് ഞാനതിൽ. അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഒരു ചെറിയ മത്തങ്ങ ഇരിക്കുന്നുണ്ട്. ചെറിയ മത്തങ്ങയുടെ ഒരു കഷ്ണം മത്തങ്ങ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിപ്പിട്ടിട്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വാളല്ല 2 വാളം പരിപ്പെടുക്കാൻ പോകാം കേട്ടോ. നമ്മുടെ തോരപ്പരിപ്പ് 2 വാളെടുത്ത് 2 വാളെടുത്ത് ഒരു 1/2 ഗ്ലാസ് ഉണ്ടാവും. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരുത്താം. അപ്പോൾ അത് വേവും. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ. നമുക്ക് ഈ കഷ്ണം മത്തങ്ങ അതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നുറുക്കാണ് ഉണ്ടോ. പെട്ടെന്ന് മുഴുവനോടെ ഇങ്ങനെ തൊലി ചേർത്താൽ നല്ല ഹാർഡാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഒരു കഷ്ണം മുറിച്ചെടുത്തു. അതിൻ്റെ ചോറും കുരുവൊക്കെ കളഞ്ഞു. കുരു കളയണ്ട കേട്ടോ. കുരു നല്ലതാണെന്നാണ് പറയണത് കേട്ടോ. നമുക്കെടുക്കാം. ഇനി ചെത്താനായിട്ട് എളുപ്പത്തിൽ ഞാൻ ഒന്നും കൂടി അതിനെ ചെറുതാക്കി. മത്തങ്ങയുടെ തൊണ്ട് നല്ല കട്ടിൽ തൊണ്ടാണ്. അത് ചെത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനാണോ ചെയ്യണത് അതിനൊന്ന് ചെറുതാക്കുക. ചെറുതാക്കി എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ ആക്കിയിട്ട് പെട്ടെന്ന് ചെത്തിയെടുക്കാം. അങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക. വലിയ മത്തങ്ങ എടുത്തിട്ട് അങ്ങനെ തന്നെ ചെത്താൻ നോക്കിയാൽ നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ചെറുതാക്കിയതിന് ശേഷം ഇങ്ങനെ തൊലിച്ചെത്തും. പണ്ട് പറയും, നമ്മുടെ ഭാരതം ഒന്നിച്ച് നിന്നിരുന്നപ്പോൾ ആർക്കും ഭാരതത്തിനെ തോൽപ്പിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇംഗ്ലീഷുകാർ വന്ന് ഇവിടെ അവരെ ഒറ്റപ്പെടുത്തി ഓരോരുത്തരെ ഇട്ട് തല്ലുപിടിച്ച് വേറെ ഇവർ തമ്മിൽ ഭിന്നിച്ചു തുടങ്ങിയപ്പോൾ എളുപ്പത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്ന് പറയില്ലേ, എന്ന പോലെ ഭിന്നിപ്പിച്ച് കഴിഞ്ഞാൽ ഭരിക്കാൻ സുഖമാണ്. നമുക്ക് കീഴടക്കാം രാജ്യം എളുപ്പത്തിൽ. അങ്ങനെ ഞാൻ എൻ്റെ നമ്മുടെ പരിപ്പ് 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഒന്ന് ഉടച്ചതിന് ശേഷം മത്തങ്ങ നുറുക്കി കഴുകിയത് അതിലേക്കിടാം. മത്തങ്ങ മുഴുവൻ ഇട്ടു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. നമുക്ക് ഉപ്പിടണ്ടേ, ഉപ്പെടുത്തു. കല്ലുപ്പാണ്, ആവശ്യത്തിന് ഉപ്പിട്ടു. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ആവശ്യത്തിന് വെള്ളമായി. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. ഒരു 2 വിസിൽ വരുത്തിയാൽ മത്തങ്ങയും വെന്ത് കിട്ടും. തീ കത്തിച്ചു, പാത്രം വെച്ച് 2 വിസിൽ വരട്ടെ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടണം. കണ്ടോ, പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തു. പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. വിസിൽ വന്ന് പ്രഷർ പോകുമ്പോഴേക്കൊക്കെ പുളി നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് നാളികേരമാണ് കേട്ടോ. അതിലേക്ക് അരയ്ക്കാനാണ്. ഞാൻ സാധാരണ പുളിങ്കറിയിൽ നാളികേരം അരയ്ക്കാറുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞത്. പുളിങ്കറി എൻ്റെ കയ്യിൽ ഒരിക്കലും ഞാൻ നാളികേരം അരയ്ക്കാറില്ല. പരിപ്പിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ടാവും, പിന്നെ നാളികേരം അരയ്ക്കാറേ ഇല്ല. പക്ഷേ ഇന്ന് ഞാൻ അരയ്ക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നുണ്ടാക്കുമ്പോഴും എല്ലാ ആൾക്കാർ കമൻറ്റ് ചെയ്യും നാളികേരം ചേർത്ത് നല്ലതാണ്. ചേർക്കാൻ പോവുകയാണ് കേട്ടോ. നന്നായിട്ട് അതങ്ങോട്ട് അരച്ചെടുക്കുക. അരക്കൽ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇതിരിക്കടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ഇരിക്കട്ടെ. വിസിൽ വന്നു, പ്രഷർ പോയി.
തുറന്ന് നോക്കി. വെന്തിട്ടുണ്ട്. അധികം ഇളക്കണ്ട, ഉടഞ്ഞു പോകും മുഴുവനും. പുളി ഒഴിക്കാം. പുളി ഒഴിച്ചു. പൂർണ്ണമായിട്ടും പുളി അതിലേക്ക് ഒഴിച്ചു. ഇനി ഈ നന്നായിട്ട് ഒന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് വേവട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചു കേട്ടോ, കണ്ടോ? അതിലേക്ക് നാളികേരം അരച്ചത് ഒഴിക്കാം. ഒഴിച്ചു. കഷ്ണം ഉടഞ്ഞിട്ടില്ല, പക്ഷേ ഇത്തിരി കഴിയുമ്പോഴേക്കും അത് ഉടയും കേട്ടോ. ഇളക്കി നന്നായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകും ഇരുന്ന്. ഒന്നാമത് പരിപ്പുണ്ട്, മത്തങ്ങ, നാളികേരമൊക്കെ അല്ലേ, കുറുകും. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. കാരണം നാളികേരത്തിൽ വെള്ളം കൂടി അരച്ചതല്ലേ. ഉലുവയും കായവും വറുത്ത് പൊടിച്ചത് ഇരിക്കുന്നുണ്ടല്ലോ, ഞാനതിൽ നിന്ന് കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ ഇട്ടു. ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരിക്കും കേട്ടോ, ഉലുവയുടെയും കായത്തിൻ്റെ ടേസ്റ്റ്. അതിട്ടു. ഇനി ഒന്ന് തിളച്ചാൽ വാങ്ങാം നമുക്ക്. കണ്ടോ, നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ട് അല്ലേ. ഉപ്പ് നോക്കി, ഉപ്പുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അത് വാങ്ങി വറുത്തിടാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. 2 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിയാറായി. ഉലുവ ഇട്ടു. ഉലുവ ഒന്ന് ചുവപ്പ് നിറാവണം. തീ ഓഫാക്കാൻ പോവുകയാണ്. നല്ല തീയാണ്, ഇനി കരിയും. അതുകൊണ്ട് വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടു. കുറച്ച് കറിവേപ്പില ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. അടിപൊളി വറുത്തിടലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുളിങ്കറി, ഞാൻ പുളിങ്കറിയിൽ ഒരിക്കലും നാളികേരം ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചർ അത് നാളികേരം അരയ്ക്കാത്തേന്ന്. ഇന്നൊന്ന് അരച്ചതാട്ടോ. മത്തങ്ങയും പരിപ്പും പുളിങ്കറി. അങ്ങനെയുണ്ട്. ഇഷ്ടമായി? സ്വാദുണ്ടോ? ഞാൻ ഇത്തിരി ഇട്ടു പൊടി. വച്ചല്ല നിങ്ങളാരെങ്കിലും സാധനം കേട്ടോ. ഞാൻ ചിലക്കട കഴിക്കൂല. അടിപൊളി. വെണ്ണതരം കുഴപ്പമില്ല. കുഴപ്പമില്ല. വേണ്ട വേണ്ട. മറന്നു കാലത്ത് ദോശക്കെടുത്ത് ഞാൻ വീട്ടിലൊന്നും കഴിച്ചു. ചെറിയ ദോശ ഞാൻ എടുത്തു. മതി 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 മതി. അടിപൊളി കേട്ടോ. വേണമെങ്കിൽ സംഭവങ്ങൾ വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. സൂപ്പറാണ്. മത്തങ്ങയിൽ അല്ലെങ്കിലും ചക്കയിൽ മത്തങ്ങയിലൊക്കെ സംഭാരം നല്ലതാണ്, രസമാണ്.
എന്നാലും സംഭാരമൊക്കെ കുടിക്കണം നല്ലതല്ലേ? കാരണം വേനൽക്കാലല്ല, അതിന് വെള്ളം കൊടുത്തു പോയതിന് സന്തോഷമായിട്ടാ. മനുഷ്യന്മാർ വരുമ്പോഴേ ഗ്ലാസ് വെള്ളം കൊടുക്കാം. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ പുണ്യം ഇപ്പോഴത്തെ. പണ്ട് അമ്മ ചെയ്യണ പോലെ, പണ്ട് അമ്മ അങ്ങനെ ചെയ്യുന്നറിയോ? ശരിക്കറിയാവോ? പണ്ട് ഇവിടെ ഇതിൽ കൂടെ കുമ്പാരന്മാർ കാലം കൊണ്ടുപോകും, പിന്നെ വിറകിന് ആൾക്കാർ പോകും കാട്ടിലേക്ക്. അവർ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പഠിക്കാൻ നിർത്തും. അതൊക്കെ എൻ്റെ അമ്മായിയൊക്കെ പറഞ്ഞു. അതന്നെ, ആ പഠിക്കാൻ നിർത്തിയിട്ട് അവിടെ കയറ്റുമ്പോൾ കൊത്തി വയ്ക്കും. കാറ്റ് ഇങ്ങനെ അവർ വടി ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പം അമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിന് വെറ്റിടും, കൂട്ടാനൊക്കെ വെച്ചിട്ട് കൊടുക്കും. നല്ല വിശന്ന് വരുമ്പോണ്ടല്ലോ കഞ്ഞിയുടെ വെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് കുടിച്ചാൽ മതി അല്ലേ? കൂട്ടാനൊക്കെ ചെയ്യുമ്പോൾ നീണ്ട. അടിപൊളിയായിട്ടാണ് തൂണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് വെക്കുന്നതാ. ഇപ്പം നാളികേരം അരക്കേണ്ട വയ്ക്കും, നാളികേരം അരച്ച് വയ്ക്കും. മത്തങ്ങ തന്നെ നാളികേരം അരച്ച് വയ്ക്കും ജീരകത്ത്. അത് നമ്മൾ വെക്കുന്ന പോലെ അതെനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്ന. ഇന്നത്തെ മത്തങ്ങ പുളിങ്കറി ഇഷ്ടമായിട്ടോ? ഞങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവാണ്ടിരിക്കില്ല, ഉണ്ടാക്കി പോകണം കേട്ടോ. ഓക്കെ.